നാസർ നോക്കൂ, ഈ അമേരിക്കയുടെ എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പൽ ഉൾപ്പെടെ ഏറെ കാലമായി സംഘർഷം ആരംഭിച്ചത് മുതൽ അറബിക്കടലിൽ സന്നദ്ധമായിരിക്കുകയാണ്. പക്ഷേ ഒരു പ്രത്യക്ഷ ആക്രമണത്തിലേക്ക് അവർ ഇതുവരെയും കടന്നിട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഗൾഫ് രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണ്. അതിൽ ഈ സമാധാന സമിതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഗൾഫ് രാജ്യങ്ങൾ ട്രംപിന് അനുകൂലമായി നിലപാട് സ്വീകരിച്ചു, അല്ലെങ്കിൽ ഈ സമിതിയിൽ ഗൾഫ് രാജ്യങ്ങളുടെ ഒരു പിന്തുണ ട്രംപിനുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നോക്കുമ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളെയും ഒക്കെ മറികടന്നുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് ട്രംപ് എത്താനുള്ള സാധ്യതയുണ്ടോ? അതല്ലെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആക്രമണത്തിലേക്ക് കടക്കുക എന്ന് പറയുന്നത് അതും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. അല്ലെങ്കിൽ പ്രത്യക്ഷ ആക്രമണത്തിലേക്ക് പോകണമെങ്കിൽ അത് ഗൾഫ് രാജ്യങ്ങൾ കൂടി അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ഇരിക്കെ അത് മറികടന്നുകൊണ്ടുള്ള ഒരു തീരുമാനത്തിൽ അമേരിക്ക പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ? അനീഷ്, ഇതിൽ ഏറ്റവും പ്രധാനം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുൻഗണന എന്നത് ഇസ്രായേൽ തന്നെയാണ്. കാരണം അവരുടെ പശ്ചിമേഷ്യൻ നയം എന്നത്, അല്ലെങ്കിൽ അവരുടെ അന്താരാഷ്ട്ര നയം തന്നെയും രൂപപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേലിൻ്റെ സുരക്ഷ, അതിൻ്റെ ഭാവി മുൻനിർത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് ഏറ്റവും പരിഗണന സ്വാഭാവികമായിട്ടും ഇസ്രായേലിനെ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ഇതുവരെയുള്ള പിന്നിട്ട് 3/4 നൂറ്റാണ്ടിൻ്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. നയതന്ത്ര തലത്തിൽ, സാമ്പത്തിക തലത്തിൽ, സൈനിക തലത്തിൽ എല്ലാം ഇസ്രായേലിനെ സംരക്ഷിച്ചു പോരുന്ന ഒരു സമീപനമാണ് റിപ്പബ്ലിക്കൻ ആവട്ടെ ഡെമോക്രാറ്റുകളാവട്ടെ ഭരണകൂടം സ്വീകരിച്ചു വരുന്നത്. കാരണം അത്രമാത്രം സയനിസ്റ്റ് ലോബിക്ക് സ്വാധീനമുള്ള ഒരു അമേരിക്കൻ സംവിധാനം കൂടിയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നെതന്യാഹുവിന് ഇപ്പോൾ തിരക്കിട്ട് അദ്ദേഹം അനുമതി ചോദിച്ചു. ആ അനുമതി ഉടൻ തന്നെ ട്രംപ് കൊടുത്തു. അത്രയേറെ വലിയൊരു സ്വാധീനം ഈ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. അക്കാര്യം ഇന്ന് യാത്ര പുറപ്പെടുന്ന ഒരു ഘട്ടത്തിൽ നെതന്യാഹു തന്നെ മാധ്യമപ്രവർത്തകർക്ക് മുമ്പാകെ വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ അതേസമയം തന്നെയാണ് നേരത്തെ അനീഷ് സൂചിപ്പിച്ചതുപോലെ ഈ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾ, കാരണം അമേരിക്കയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സഖ്യരാജ്യങ്ങൾ, അമേരിക്കയുടെ സൈനിക താവളങ്ങൾ പോലും ഈ മേഖലയിലുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സുരക്ഷയും ഭാവിയിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള സംഘർഷം ഇറാനുമായിട്ട് രൂപപ്പെടുകയാണെങ്കിൽ അത് ഈ മേഖലയെ സ്വാഭാവികമായി തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കും. അക്കാര്യം ഗൾഫ് രാജ്യങ്ങളൊക്കെയും വളരെ വിശദമായി തന്നെ അമേരിക്കൻ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു സൈനിക, ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പടക്കപ്പലുകളും പോർവാഹിനികളും എല്ലാം ഈ മേഖലയിലേക്ക് എത്തിച്ചൊരു ഘട്ടത്തിൽ പോലും ഒരു നയതന്ത്ര പ്രശ്നപരിഹാരത്തിനുള്ള നീക്കത്തിന് അമേരിക്കയെ പ്രേരിപ്പിച്ചത് ഈ ഗൾഫ് രാജ്യങ്ങളും മറ്റും പുലർത്തി വന്ന, അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദം കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഒമാൻ ആ ചർച്ചയ്ക്ക് വേദിയൊരുക്കുക മാത്രമല്ല, ഇപ്പോൾ പോലും അമേരിക്കയുമായി നിരന്തരമായിട്ടുള്ള ആശയവിനിമയം ഒമാന്, ഈജിപ്ത്, ഖത്തർ, തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മധ്യസ്ഥ രാജ്യങ്ങളായി നിന്നുകൊണ്ട് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇറാന്റെ ദേശീയ സുരക്ഷാ സമിതിയുടെ മേധാവി അലി ലാറിജാനി ഇപ്പം ഇന്ന് ഒമാനിലെത്തിയിട്ടുണ്ട്. ഒമാൻ നേതൃത്വവുമായിട്ടും അവർ ഈ നയതന്ത്ര നീക്കങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർ വിലയിരുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നയതന്ത്ര തലത്തിൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഗൾഫ് രാജ്യങ്ങളുടെ ആവശ്യം. പക്ഷേ ഇതൊക്കെയാണ് എങ്കിൽ പോലും ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള ബന്ധം നമുക്കറിയാൻ സാധിക്കും. ആ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വലിയ അപകടം നിലനിൽക്കുന്നു എന്ന അർത്ഥത്തിലായിരിക്കും ഒരു പക്ഷേ നാളെ നെതന്യാഹു ട്രംപിന് മുമ്പാകെ ഇക്കാര്യം അവതരിപ്പിക്കുക. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീർപ്പിലേക്ക് എത്തേണ്ടി വരും. അത് നയതന്ത്ര തലത്തിൽ തന്നെ പ്രശ്നപരിഹാരം വേണമെന്നാണ് ഗൾഫ് രാജ്യങ്ങളൊക്കെ ആവശ്യപ്പെടുന്നത്. പക്ഷേ എത്ര കണ്ട് ട്രംപ് അതിൽ ഉറച്ചു നിൽക്കും, അതുമായി മുന്നോട്ട് പോകും എന്നത് സംബന്ധിച്ച കാര്യങ്ങളും ഒരുപക്ഷെ നാളെ നടക്കുന്ന ഈ വൈറ്റ് ഹൗസ് ചർച്ചയിലൂടെ മാത്രമായിരിക്കും ഒരുപക്ഷെ നമുക്ക് ബോധ്യപ്പെടാൻ പോകുന്നത്. അനീഷ. ശരി നാസർ, ഏതായാലും ഇറാൻ അമേരിക്ക സംഘർഷം അത് ചർച്ചയിലൂടെ നയതന്ത്ര പ്രശ്നപരിഹാരത്തിനുള്ള ഒരു ശ്രമം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇറാൻ ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഒരു ആക്രമണത്തിലേക്ക് കടക്കണമെന്ന ആവശ്യമായിരിക്കും ട്രംപിനോട് നെതന്യാഹു മുന്നോട്ട് വയ്ക്കുക. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്.